നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമടക്കം നേരത്തെയാക്കിയത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് തന്നെ 101-ൽ 48 സീറ്റുകളിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ബൂത്ത് തലങ്ങളിൽ നിന്ന് നിർദ്ദേശത്തിലുണ്ടായ സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. KS ശബരിനാഥൻ കോൺഗ്രസ് ക്യാമ്പിനെ നയിക്കും. 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ മുൻ MLA ശ്രീ KS ശബരിനാഥ്, അദ്ദേഹം അരീക്കര ഏതാണ്ട് ഒരു ബൈ ഇലക്ഷനും പൊതു തെരഞ്ഞെടുപ്പിലും ജനപ്രതിനിധിയായിരുന്ന വ്യക്തിയാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ പ്രമുഖ സ്ഥാനാർത്ഥിയായിട്ട് കവടിയാറിൽ മത്സരിക്കുന്നു. തലസ്ഥാനം പിടിക്കാൻ KS ശബരിനാഥിനൊപ്പം പാർട്ടി നിയോഗിച്ചിരിക്കുന്നവരിൽ KSUക്കാരും യൂത്ത് കോൺഗ്രസുകാരുമെല്ലാം നിരവധി പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രവർത്തന പാരമ്പര്യമുള്ള മുതിർന്ന നേതാക്കളും പട്ടികയുടെ ഭാഗമായി. വൈഷ്ണ ജനറൽ സീറ്റിലാണ് ഞങ്ങൾ നിർത്തുന്നത്, മുട്ടട വാർഡിൽ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ 266 ദിവസം സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം ചെയ്ത ആശാ വർക്കറായിട്ടുള്ള ശ്രീമതി രാജി, അവരാണ് കാച്ചാണി വാർഡിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൊണ്ടുണ്ട്. പഴയ ആളുകളെയും നമുക്ക് വേണം, പുതിയ കുട്ടികളും വേണം. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ് ചെയ്തിട്ടുള്ള ലിസ്റ്റാണ്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 10 സീറ്റ് എന്നുള്ളത് വർദ്ധിപ്പിച്ച് മികച്ചൊരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. കഴിഞ്ഞ കുറേ കാലമായി LDFും BJPയും കരുത്ത് കാട്ടുന്ന തലസ്ഥാനത്ത് പിടിച്ചു നിൽക്കാനെങ്കിലും ആയില്ല എങ്കിൽ അത് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. അതിനാൽ തന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് K. മുരളീധരൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്. അമൽ തെൻപറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.